കിണറിൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടി തുടങ്ങി. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി ഓരോ പ്രദേശത്തെയും ഗുണഭോക്താക്കളെ ചേർത്ത് ഓരോരോ ഗുണഭോക്തൃ സമിതികൾ രൂപീകരിക്കുന്നു. 15% ഗുണഭോക്തൃ വിഹിതം കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ എന്നിവ ഈ സമിതിയാണ് നടത്തുന്നത്. ഈ മൂലേപ്പാറ സുജലധാര കുടിവെള്ള പദ്ധതിയുടെ കൺവീനറാണ് തോമസ്. എന്താണ് ഇതിന്റെ പ്രവർത്തനവും? പ്രവർത്തനം വെച്ചാൽ നമുക്ക് സാധാരണ വെള്ളം അടിച്ച് 100-150 വീട്ടുകാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഇത് വെച്ച് നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്നത് പമ്പ് ചെയ്ത് അത് എല്ലാ വീട്ടുകളിലും കൊടുക്കുന്നു, പുറത്ത് പമ്പില്ല. എല്ലാ വീടുകളിലും കണക്ഷൻ കൊടുത്ത് മാസം ഒരു 50 രൂപ എന്ന കണക്കിൽ ഞാൻ പിരിച്ചിട്ട് കറണ്ട് കാശ് അടയ്ക്കണം. ഇപ്പോൾ 50 രൂപ എങ്ങനെയാണ് ഇതിന്റെ വരുമാനമൊക്കെ? വരുമാനം ഞങ്ങൾ ഈ കറണ്ടിന് സർവീസ് ചാർജ് പിരിക്കും 10 രൂപ സർവീസ് ചാർജ്. അതിനൊരു വെള്ളം അടിക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കും. പിന്നെ മീറ്റർ റീഡിംഗ് എടുക്കാൻ പോകുന്നവർക്ക് സെപ്പറേറ്റ് 10 രൂപ കൊടുക്കും. മൂക്കന്നൂർ പഞ്ചായത്തിൽ 5 സ്വജൽധാര പദ്ധതികളിലുമായി 1000-ഓളം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായുള്ളത്. സ്വജൽധാര പദ്ധതി കൂടാതെ കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മറ്റ് 7ഓളം പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ പ്രധാനമായും കോളനികളെ കേന്ദ്രീകരിച്ചുള്ളവയാണ്. ഏകദേശം 800ഓളം കുടുംബങ്ങൾക്കാണ് ഇതിൽ നിന്നും ജലം ലഭിക്കുന്നത്. ഈ 12 പദ്ധതികളിലുമായി പൊതു ടാപ്പ് വഴി ജലം ലഭ്യമാകുന്നത് ഒരു പദ്ധതിയിൽ മാത്രമാണ്. പിന്നീടുള്ള 11 പദ്ധതികളിലും ജനങ്ങളുടെ സൗകര്യാർത്ഥം ഹൗസ് കണക്ഷൻ വഴിയാണ് ഗുണഭോക്താവിന് കുടിവെള്ളം ലഭ്യമാക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങുന്നില്ല സമ്പൂർണ്ണ ജലസുരക്ഷയിലേക്കുള്ള പഞ്ചായത്തിന്റെ ചുവടുകൾ. പഞ്ചായത്തിലെ 17 ചിറകൾ സംരക്ഷിക്കുന്നതിന് അധികൃതർ മുൻകൈയെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ കുടിവെള്ളവും കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലവും ഉറപ്പാക്കി ജനങ്ങളുടെ ആവശ്യമറിഞ്ഞുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് നമുക്ക് മുന്നിൽ ഒരു മാതൃക തുറന്നു കാട്ടുന്നു. അപ്പോൾ നമ്മൾ മൂക്കന്നൂരിന്റെ കുടിവെള്ള പദ്ധതിയുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. RVG മാഷെ, എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിച്ച പഞ്ചായത്താണ് എന്ന് പറയാമോ മൂക്കന്നൂരിനെ? എല്ലാ വീട്ടിലും എന്ന് പറഞ്ഞാൽ ഈ കുന്നും പ്രദേശങ്ങളിൽ ഈ 5 സ്വജലധാര പദ്ധതിയും മറ്റ് 7 നമ്മുടെ പഞ്ചായത്ത് നിർമ്മിച്ച പദ്ധതിയും അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു പദ്ധതിയും കൂടിയുണ്ട്. അപ്പോൾ എല്ലാ ആ ജലക്ഷാമ രൂക്ഷമായ പ്രദേശങ്ങളിലെല്ലാം വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. 12 പദ്ധതികളിൽ ഒരെണ്ണത്തിൽ മാത്രമേ പൊതു ടാപ്പുകളുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം വീട്ടിൽ തന്നെ വെള്ളം എത്തിക്കുകയാണ്. പൈപ്പ് വഴി വീട്ടിൽ തന്നെ കണക്ഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ്. അതിന് മീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. മീറ്റർ വെച്ചിട്ടുണ്ട്. അത് എല്ലാ മാസവും സമിതിയിലെ അംഗങ്ങൾ തന്നെ അവരുടെ കറണ്ട് കാശിനുള്ള എല്ലാ മാസവും സമിതിയിലെ അംഗങ്ങൾ പൈസ പിരിച്ച് അതിനാവശ്യമുള്ള നമ്മുടെ കറണ്ട് പൈസയും അതോടൊപ്പം തന്നെ മറ്റാവശ്യങ്ങളെല്ലാം നിർവഹിക്കുന്നു. പമ്പ് ഓപ്പറേറ്റർ കൂലി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് മെയിൻ്റനൻസ് വന്നാലൊക്കെ സമിതി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു റിസർവ് ഫണ്ട് ഉണ്ടോ മെയിൻ്റനൻസ് വരികയാണെങ്കിൽ? സർ, എല്ലാ സമിതികളും റിസർവ് ഫണ്ട് ഉണ്ട്. ഞങ്ങൾ 2 വർഷമായി ഈ സ്വജലധാര പദ്ധതികൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 വർഷമായുള്ളൂ. കോക്കുന്നെന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ച സമിതി 3.5 ലക്ഷം രൂപ ബാങ്ക് നിക്ഷേപമായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് 400 ഗുണഭോക്താക്കൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇനിയും 10-200 വീട്ടുകാർക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ ഒരു വലിയ സ്കീം മൂക്കന്നൂർ എന്ന് പറയുന്നതാണ്. അവിടെയും 2.5 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് റിസർവ് ഉണ്ട്. മറ്റ് 3 സ്വജലധാര പദ്ധതികൾ ഒരെണ്ണം 100ഉം മറ്റ് 2 50ഉം 40 കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതും വർദ്ധിപ്പിക്കാൻ കഴിയും. ഓരോ വീട്ടുകാരും കൊടുക്കേണ്ട പണം അവരുപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവിനനുസരിച്ചിട്ടാണ്. കിലോ ലിറ്ററിന് എത്ര റേറ്റ്? ഞങ്ങൾ 10,000 ലിറ്ററിന് 30 ഉറുപ്പിക. കേരള വാട്ടർ അതോറിറ്റി 10,000 ലിറ്ററിന് 42 ഉറുപ്പികയ്ക്കാണ് കൊടുക്കുന്നത്. 30 ഉറുപ്പികയ്ക്ക് കൊടുക്കാൻ കഴിയും. ഇതിന്റെ അക്കൗണ്ട്സ് ഒക്കെ നോക്കുന്നതിനും മാനേജ് ചെയ്യുന്നതിനുമായിട്ട് ഗുണഭോക്താക്കളുടെ തന്നെ സമിതിയാണോ? ഗുണഭോക്താക്കളുടെ സമിതി. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ആ സമിതികളിൽ അതാത് പ്രദേശ സമിതികളിൽ അംഗങ്ങളാണ്. ഞങ്ങളടക്കമുള്ള എല്ലാ എഫിഷ്യൻസ് ആയിട്ടുള്ള ആളുകളും ഈ ഗുണഭോക്തൃ സമിതിയിലും തെരഞ്ഞെടുക്കപ്പെട്ട സമിതി തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം. ഒരു ശരാശരി കുടുംബത്തിന് എത്ര രൂപ വരും? ശരാശരി കുടുംബത്തിന് 10,000 ലിറ്റർ വെള്ളം വരെ വരാറുള്ളൂ. 30 ഉറുപ്പിക്ക് ഒരു മാസത്തെ. എല്ലാവരും സന്തോഷത്തോട് കൊടുക്കുന്നുണ്ടോ അതോ കൊടുക്കാത്തവരുണ്ടോ? ഇല്ല, മുഴുവൻ ആളുകളും കൃത്യമായി പണം അടച്ചില്ലെങ്കിൽ ഇത് കണക്ഷൻ കട്ട് ചെയ്യുമെന്നുള്ള വളരെ ശക്തമായ നിയമാവലിയിലൂടെയാണ് ഇത് പോകുന്നത്. കണക്ഷൻ വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് അതിന് ഒരു അവസരം ഈ 2 വർഷത്തിനിടയിൽ 5 സ്വജലധാര പദ്ധതിയിലും 2 വർഷത്തിൽ ഒരു കണക്ഷൻ വിച്ഛേദിക്കുന്നുണ്ടായിട്ടില്ല. ഈ തീരെ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കോ അവരുടെ ചാർജ് പഞ്ചായത്തിൽ നിന്ന് അടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കീമുണ്ടോ? ചാർജ് പഞ്ചായത്തിൽ നിന്ന് അടയ്ക്കുന്ന സ്കീമുകളില്ല. ഒരു വീടിന് ഒരു ദിവസം 1 ഉറുപ്പികയിൽ കൂടുതൽ വരാറില്ല. അവർക്ക് കണക്ഷൻ കൊടുത്ത കാലയളവിൽ അതിന് വേണ്ടുന്ന ചെലവ് സാമൂഹിക സംഘടനകൾ വഴിയും ഒക്കെ
ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് അവരെ ആ നിലയിൽ സഹായിച്ചിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ഒരു മേജർ റിപ്പയർ, ഇപ്പോൾ പമ്പ് കേടാകുക, മോട്ടോർ കത്തിപ്പോവുക, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ റിസർവ് ഫണ്ട് കൊണ്ട് മാനേജ് ചെയ്യാം എന്നുള്ള ധൈര്യമുണ്ട്? തീർച്ചയായിട്ടും ധൈര്യമുണ്ട്. അതിന് പുറമെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന 7 പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ മെയിൻ്റനൻസ് ഗ്രാമപഞ്ചായത്തിന് നടത്താനും കഴിയും. ഞങ്ങൾ 8ാമത്തെ ഒരു പദ്ധതി കൂടി ഞങ്ങളുടെ ഉദ്ഘാടന ഘട്ടത്തിലാണ്. ആ 8 പദ്ധതി പൂർത്തിയാകുമ്പോൾ സാർ നേരത്തെ ചോദിച്ച സമ്പൂർണ്ണതയിലേക്ക്, കുടിവെള്ള സമ്പൂർണ്ണതയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. ഈ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വെള്ളത്തിൽ മണ്ണിൽ കിനിഞ്ഞിറങ്ങുന്നതിനും തടയണകൾ കെട്ടിയുമൊക്കെയുള്ള നടപടികൾ, അതും ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണോ പഞ്ചായത്തിൻ്റെ മറ്റ് ഇപ്പോൾ നീർത്തട വികസന പദ്ധതികളുടെ ഭാഗമായിട്ടാണോ? പഞ്ചായത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. നീർത്തടാധിഷ്ഠിത വികസന മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ പഞ്ചായത്തിൽ? നീർത്തടാധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ സർവേ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് NREGSന്റെ ജോലിക്കാരെ ഉപയോഗിക്കുന്നുണ്ടോ ഈ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക്? മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് NREGS ജോലിക്കാരെയാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു പ്രതിഫലനം, ശരാശരി തൊഴിൽ ദിനങ്ങൾ 19 ആയിട്ടുള്ളൂ 2008-09. അത് വളരെ കുറവാണല്ലോ. 2008-2009 വളരെ കുറവാണ്. അത് അവസാന കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ളതും ശരി, അന്ന് വേണ്ടത്ര നിർദ്ദേശങ്ങൾ ലഭിച്ചില്ല എന്നുള്ള ചെറിയൊരു കുറവ് അതിനകത്തുണ്ടായിരുന്നു. ഈ വർഷത്തെ അതിന് വളരെ ഏറെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 100 ദിവസം തികഞ്ഞവർ എത്ര പേര് കാണും? 100 ദിവസം കഴിഞ്ഞവർ കുറച്ച് പേരേ ഉള്ളൂ. പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട് ആ കാര്യത്തിൽ. ഇതൊരു എറണാകുളത്തിനോട് തൊട്ടൊരുമി കിടക്കുന്ന ഒരു പഞ്ചായത്തിന്റെ പേരിൽ അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നതിന്റെ പേരിൽ ആ വശത്തേക്കുള്ള തൊഴിലാളികളുടെ പോക്ക് ഭയങ്കരമാണ്. അല്ല, അത് ഒരു പ്രശ്നമല്ല, നല്ലതാണ്. തൊഴിലില്ലായ്മ ഇല്ലെന്നില്ല അതിനർത്ഥം. അല്ല, അപ്പം അത്തരത്തിൽ 125-ൽ കൂടുതൽ കൂലി കിട്ടുന്ന പണി വേറെ ധാരാളം ഉണ്ട്. അതിന് ആളുകൾ പോകുന്നു, പണിയെടുക്കുന്നു, കാശ് വാങ്ങുന്നു. അതിലൊരു പ്രശ്നമല്ല. അല്ല സാറേ, അപ്പം ഉദ്ദേശിക്കുന്ന മാതിരി എല്ലാവർക്കും അത്ര ഈ മേഖലയിലേക്ക് തൊഴിലാളികളുടെ എണ്ണം കുറയും. NREGSൽ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, ആളുകൾക്ക് തൊഴിലുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിന്റെ ആവശ്യം എന്താണ് ശരിക്കും? എന്താണ് അവർക്ക് വേണ്ടത്? അതിനുവേണ്ടിയുള്ള പദ്ധതികളല്ലേ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ അറിയുന്നതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം നോക്കിയിട്ടുണ്ടോ? അവരുടെ ഏറ്റവും കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പാർപ്പിട ആവശ്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തൊഴിലൊന്നും ധാരാളം ഉള്ളതിന്റെ പേരിൽ ആ മേഖലയിൽ നിന്നും വലിയ സഹായങ്ങൾ. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്? അത്തരം കുട്ടികൾ പഠിക്കുന്ന പിന്നോക്ക മേഖലയിലുള്ള സ്കൂളുകളിൽ ഞങ്ങൾക്ക് അവിടെ ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് കണക്ക്, ഇംഗ്ലീഷ്, സയൻസ് ഈ വിഷയങ്ങൾക്ക് ആ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സൗജന്യമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. സ്കൂൾ അധ്യാപകരെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് വരുന്ന കുട്ടികൾക്ക് എത്രമാത്രം കണക്കറിയും എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. അവർ സൗജന്യമായി അവർ പ്രോജക്റ്റായിട്ട് പഞ്ചായത്തുമായി സഹകരിച്ചു. നമ്മൾ അധ്യാപകരുണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തകരുണ്ട്, അത് ആലോചിക്കണം. അതിന് പല പഞ്ചായത്തുകളിലും ഈ പഠന വീട് മുതലായ പദ്ധതികളൊക്കെ അത് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ടോ? സ്കൂളില് രാത്രി പഠന എന്ന് പറഞ്ഞ ക്ലാസ് 5 മണി തുടങ്ങി 8 മണി വരെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഉണ്ട്. അതിലെത്ര കുട്ടികൾ വരുന്നുണ്ട്? അവർക്ക് അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ? അത് നോക്കണം. നമ്മൾ പ്രോജക്റ്റ് നടത്തുക എന്നുള്ളത് ഒരു ഭാഗം, നടത്തിയതിന് എന്ത് ഗുണമുണ്ടായി എന്ന് വിലയിരുത്തുന്നത് മറ്റൊരു ഭാഗം. അത് വരുമ്പോഴേ ഇത് പൂർണ്ണമാവുകയുള്ളൂ കേട്ടോ. ശരി. പ്രസിഡന്റ്, എത്ര അംഗൻവാടികളുണ്ട് നമുക്കിവിടെ? 19 എണ്ണം. അപ്പൊ അതിൽ 5 എണ്ണത്തിലല്ലേ ടോയ്ലറ്റുകളുള്ളൂ? അതിൽ നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് നിർമ്മിച്ചതിൽ ഞങ്ങൾ എഴുതിയില്ലായിരുന്നു. പുതിയതായിട്ട് 6 എണ്ണം കൂടി നിർമ്മിച്ചായിരുന്നു. അപ്പം 4 എണ്ണം ഇപ്പൊ പുതിയതായി നിർമ്മിച്ചതിലുണ്ട്. അങ്ങനെ 10 എണ്ണത്തിൽ ഉണ്ട്. ശുചിത്വം പരിസ്ഥിതിയില് മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള പൊതു സൗകര്യങ്ങൾ അതിൽ എല്ലാ ഇല്ലകളും ചേർത്തിട്ട് ബാധകമല്ല എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇല്ലയ്ക്കാണ് ബാധകമല്ലാത്തത്, ഉണ്ടെന്നുള്ളതിനാണ് ബാധകമായിട്ടുള്ളത്. ഖരമാലിന്യത്തിനായി നമ്മൾ പദ്ധതികൾ ഇപ്പം ഈ വർഷം വെച്ചിട്ടുള്ളൂ. കാരണം നമ്മളവിടെ ഒത്തിരി ഖരമാലിന്യങ്ങൾ ഇല്ല. ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിന് പഞ്ചായത്ത് വക സംവിധാനങ്ങൾ ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ ഇതെല്ലാം അതിൻ്റെ സോഴ്സിൽ തന്നെ നശിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ സോഴ്സിൽ തന്നെ അത് തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്കമാലിയിലേക്ക് മറ്റു പഞ്ചായത്തുകളുടെ ഒരു തീർത്ഥയാത്ര വയ്ക്കണം. ഇങ്ങനെ തീരെ മാലിന്യം വഴിയിലുണ്ടാവുന്നില്ല, മാർക്കറ്റിലുണ്ടാവുന്നില്ല, ഉണ്ടാവുന്നൊക്കെ വീടുകളിൽ തന്നെ
അല്ല, അങ്ങനെയാണ് വേണ്ടത്. നല്ല കാര്യം, കണ്ടു പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് മാലിന്യം ഉണ്ടാകുന്നുണ്ട്, മാലിന്യം അതൊരു പൊതു ശല്യമായി വരുന്നില്ല. അനിയന്ത്രിതമായി വയൽ നികത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിശദാംശങ്ങൾ. നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മറുപടി. അതുപോലെ CFL ബൾബ് അവിടെ കൊടുത്തിട്ടില്ലേ? SC കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതല്ലാതെ മറ്റേ പൊതു ആയിട്ടുള്ള അല്ല, ഇത് SC ആവട്ടെ ST ആവട്ടെ പൊതുവാവട്ടെ നമ്മുടെ അവിടെ 0. നിങ്ങളുടെ ആശ്രയ പദ്ധതിയെ പറ്റിയാണ് ചോദിക്കാനായിട്ട് താല്പര്യം. എന്താണ് നിങ്ങൾ ചെയ്യുന്ന ആശ്രയ പദ്ധതിയുടെ ഭാഗമായിട്ട്? ആശ്രയം ഞങ്ങൾ ഈ വർഷമാണ്, കഴിഞ്ഞ വർഷം പ്രോജക്റ്റ് വെച്ചു. ഈ വർഷമാണ് അതിൻ്റെ സ്പിൽ ഓവറായി. ഞങ്ങൾ ഉടനെ അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കഴിഞ്ഞത്. അതുകൊണ്ടാണോ നിങ്ങൾ ഒരു പൈസയും ചെലവാക്കാതിരുന്നത്? കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ചെലവാക്കിയില്ല. കഴിഞ്ഞ എന്ന് വെച്ചാൽ കഴിഞ്ഞെന്ന് പറയുന്നത് ഏത് വർഷം? നിങ്ങൾ 2008-09 ചോദിച്ചത്. അപ്പം ഈ വർഷം ഇത് നടപ്പിലാക്കുന്നു, അതിന്റെ പണം ചെലവഴിച്ച് മുന്നോട്ട് പോകുന്നു. എന്താണ് ഇപ്പൊ ഈ വർഷം നിങ്ങൾ എന്താ അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം പ്രാഥമിക തലത്തിലായതിന്റെ പേരിൽ ഈ മരുന്ന്, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമുക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ കുടുംബശ്രീയിലാണെങ്കിലും നിങ്ങൾ സ്വയം തൊഴിൽ സംരംഭകമായി മാറിയ എത്ര പേരെന്ന് ചോദിച്ചിട്ട് ആരുമില്ല. ആരുമില്ലേ? അത് നേരത്തെ ഫോം ഫില്ലപ്പ് ചെയ്ത് ശരിയായില്ലെന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം പേര് യൂണിറ്റുകളടക്കം ഇവിടെ ഈ പ്രോഗ്രാമിൽ തന്നെ കാണിച്ചിരുന്നു. കൂൺ കൃഷി അടക്കമുള്ള പ്രോഗ്രാംസ് കാണിച്ചിരുന്നു. ഫില്ലപ്പ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന ദോഷം ധാരാളം പേര് കാർഷിക മേഖലയിൽ. ധാരാളം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കണക്കെങ്കിലും എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ? ഇതിനകത്ത് ഞങ്ങളുടെ ഈ കാർഷിക മേഖലയിലെ യൂണിറ്റുകളുടെ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ സജീവമായി നടക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ വെണ്ട അല്ലെങ്കിൽ പച്ചക്കറികൾ കൃഷി, അങ്ങനെ കൂട്ടായ കൃഷി നടത്തുന്നതാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നീട് തൈൽ യൂണിറ്റ് തൊട്ട് വയർ ബ്രഷ് യൂണിറ്റ്, കൂണിൻ്റെ യൂണിറ്റുകൾ, കാൻഡിൽ, ഹോളോ ബ്രിക്സ്, അങ്ങനെ ധാരാളം യൂണിറ്റുകൾ സ്ത്രീകളുടെ 5 പേര് കൂടിയിട്ടുണ്ട്. ഈ സ്കീമിനെ പറ്റി കണ്ടപ്പോൾ 24 മണിക്കൂറും വെള്ളം കിട്ടുന്ന സന്തോഷകരമായ കാര്യം കേട്ടു. നമുക്ക് വളരെ എന്താ പറയുക, സുഭിക്ഷത ഉള്ളിടത്ത് പോലും 24 മണിക്കൂർ വെള്ളം സ്വപ്നം കാണാൻ വയ്യാത്ത ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. വെള്ളം ഇത്രത്തോളം സുഭിക്ഷമാണോ ഈ സോഴ്സിൽ നമുക്ക് കൊടുക്കാൻ മാത്രം? സുഭിക്ഷമാണ്. ഞങ്ങളുടെ എല്ലാ സോഴ്സിലും സുഭിക്ഷമാണ് വെള്ളം. 24 മണിക്കൂറും 10 HP മോട്ടർ അടിച്ചാൽ പറ്റാത്ത അത്രയേറെ ഉറവയുള്ള കിണറുകളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെല്ലാം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത, സമതല പ്രദേശത്തു കൂടി 36 കിലോമീറ്റർ ഇടതുകര കനാൽ ഒഴുകുന്നുണ്ട്. ചാലക്കുടി പുഴയിൽ നിന്ന് ആരംഭിക്കുന്ന ഇടതുകര കനാൽ, അതുപോലെ ധാരാളം ചിറകൾ, ധാരാളം സ്വകാര്യ കുളങ്ങൾ, ഇതൊന്നും ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സമതല പ്രദേശങ്ങളിൽ ധാരാളം വെള്ളവും കുന്നിൻ പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ ദൗർബല്യമാണ്. അപ്പോൾ ആ കുന്നിൻ പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായിട്ട് ഈ എന്തെങ്കിലും റീചാർജ് മെഷേഴ്സ് ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഈ പദ്ധതിയിൽ ലിങ്ക്ഡ് ആണോ? ഇതിന്റെ ജലസ്രോതസ്സുകൾ സ്ഥിതി ചെയ്യുന്ന മുഴുവൻ സ്ഥലത്തും ഒരു ചിറ, ഞങ്ങൾ ഈ പറഞ്ഞല്ലോ പാരമ്പര്യ ജലസ്രോതസ്സുകൾ 18 ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ട്. ഈ 5 സ്വജലധാര പദ്ധതിയിലും അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ 8ാമത്തെ പദ്ധതി വരുന്നു. ഈ പദ്ധതികളെല്ലാം ഈ ചിറകളുമായി ബന്ധപ്പെട്ട് അതിന്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി, മലയോര മേഖലയായതുകൊണ്ടും റബ്ബർ പ്ലാന്റേഷൻസ് ഉള്ളതുകൊണ്ടും അവിടെയുള്ള ഈ പെസ്റ്റിസൈഡിന്റെ ഒരു സാധ്യതയൊക്കെ വെച്ച് പറയാണ്, ജലത്തിന്റെ ഗുണമേന്മ പരിശോധനയ്ക്കുള്ള എന്തെങ്കിലും സമ്പ്രദായങ്ങൾ ഈ പദ്ധതിയിൽ ലിങ്ക്ഡ് ആണോ? തീർച്ചയായിട്ടും ഞങ്ങൾ 2 മാസം കൂടുമ്പോൾ ഗുണമേന്മ പരിശോധിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹെൽത്ത് സെന്റർ വഴി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ അതിന്റെ പരിശോധന നടത്തുന്നത്. പിന്നീട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വഴി കാക്കനാട് പരിശോധിക്കും. അവിടെ കൊടുത്ത് പരിശോധിച്ച് റിസൾട്ട് വാങ്ങും. കൃത്യമായി അത് പരിശോധിച്ചിട്ട് തന്നെയാണ് ജലവിതരണം നടത്തുന്നത്. കൊടിയ വേനലിൽ ഈ പദ്ധതികളുടെ അവസ്ഥ എന്താണ് സാർ? ഞങ്ങളുടെ 13 പദ്ധതി ഇന്ന് വരെ ഇത്രയേറെ, ഈ വർഷം നല്ല വേനലായിരുന്നു, 24 മണിക്കൂറും വെള്ളം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ ഇതിൽ പറയുന്നതല്ല, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുക. 24 മണിക്കൂറും കിണറിലുള്ള ശുദ്ധമായ വെള്ളം കൊടുക്കാൻ ഞങ്ങളുടെ ഈ 13 പദ്ധതിക്കും കഴിയും. പ്രസിഡന്റേ, ആദ്യം തന്നെ ഒരു ശരി, അപ്പം സന്തോഷമായി കരുതട്ടെ. സന്തോഷമായി. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം അല്ലേ? 15-ൽ 10.5, 15-ൽ 10.5, 10-ൽ 6.5, 10-ൽ 6, 10-ൽ 7. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിന് 60-ൽ 40.5 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഈ പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക.
SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് MKNR